രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളമല്ല, 100% സത്യമായിരുന്നു. അതായത് BJPയുടെ വോട്ട് മോഷണം നടന്നതായി കണ്ടെത്തിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം. കർണാടകയിലെ കലബുർഗി ജില്ലയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് കൊള്ള നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിവെച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റാൻ BJPയുടെ നേതൃത്വത്തിൽ ആസൂത്രിത ശ്രമം നടന്നതായും അതിനുവേണ്ടി ഓരോ അപേക്ഷയ്ക്കും 80 രൂപ വീതം വെച്ച് ഡേറ്റാ സെന്ററിന് ലഭിച്ചതായുമുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2023 മേയിലാണ്. അതിന് തൊട്ടു മുൻപ്, അതായത് 2022 ഡിസംബർ മുതൽ 23 ഫെബ്രുവരി വരെ ഈ വോട്ടുകൾ നീക്കാൻ വേണ്ടി 6018 അപേക്ഷകളാണ് നൽകിയത്. അങ്ങനെ മൊത്തം 4,80,000 രൂപയാണ് ഈ ഇനത്തിൽ ആ ഡാറ്റാ സെന്റർ നടത്തിപ്പുകാരന് ലഭിച്ചത്. ഇതിൽ നാമമാത്രമായിരുന്നു യഥാർത്ഥ അപേക്ഷകർ. ബാക്കി എല്ലാ അപേക്ഷകർക്ക് ഇതേക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. എല്ലാം തട്ടിപ്പിലൂടെ അപേക്ഷകളായി നൽകുകയായിരുന്നു. പോൾട്രി ഫാം ജീവനക്കാരൻ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളുടെ വരെ 75 മൊബൈൽ ഫോൺ നമ്പറുകൾ ഈ പേര് വെട്ടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ ഉപയോഗിച്ചതായും SIT കണ്ടെത്തിയിരിക്കുകയാണ്. വ്യാജ അപേക്ഷകൾ സ്വീകരിച്ച കലബുർഗിയിലെ ഡാറ്റാ സെന്റർ നടത്തിപ്പുകാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കുന്നത്. ഇതോടെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ രാജ്യം കൈകൂപ്പി നിൽക്കുകയാണ്. ഒരു ജനാധിപത്യത്തെയാണ് അദ്ദേഹം രക്ഷിച്ചിരിക്കുന്നത്. വെറുതെ വിളിച്ചു പറഞ്ഞതല്ല രാഹുൽ ഗാന്ധി. ഇനി ആര് ഏത് തരത്തിൽ അന്വേഷിച്ചാലും എല്ലാ അന്വേഷണത്തിനും മുൻപ് സ്വന്തം സജ്ജീകരണങ്ങൾ വെച്ച് ഒരു വ്യക്തമായ അന്വേഷിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയത്. അത് ശരിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ BJPയോ തയ്യാറാകാതിരുന്നത്. അതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ കോൺഗ്രസ് വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയെന്നായിരുന്നു രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും. പക്ഷേ കോൺഗ്രസ് തരംഗം സംസ്ഥാനത്തുള്ളത് കൊണ്ട് പലയിടത്തും അത് ഏശാതെ പോയി. അതുപ്രകാരം 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ കോൺഗ്രസിന്റെ BR പാട്ടീൽ BJPയുടെ സുഭാഷ് ഗുട്ടേദാറിനെ തോൽപ്പിച്ചു വിട്ടത്. രാഹുൽ ഗാന്ധിയുടെയും സ്ഥലം MLA പാട്ടീലിന്റെയും ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ SITയുടെ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. 2023 വോട്ടു നീക്കൽ ആരോപണം ഉയർന്നപ്പോൾ ലോക്കൽ പോലീസ് ഡാറ്റാ സെന്റർ നടത്തിപ്പുകാരനായ ആ പ്രദേശവാസിയായ മുഹമ്മദ് അഷ്വാഖിനെ കസ്റ്റഡിയിലെടുത്തതാണ്. ചോദ്യം ചെയ്യലിൽ നിരപരാധിയാണെന്നും സെന്ററിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൈമാറാമെന്നും അറിയിച്ചതിനെ തുടർന്ന് അയാളെ വിട്ടയച്ചു. ഇയാൾ പിന്നീട് വിദേശത്തേക്ക് പോവുകയും ചെയ്തു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും IP രേഖകളും എല്ലാം തന്നെ SIT പിടിച്ചെടുത്ത് പരിശോധിച്ചപ്പോൾ ആ സെന്ററിലെ ജീവനക്കാരായ അക്രം, ജുനൈദ്, അസ്ലം നദീം എന്നിവരുമായി അഷ്വാഖ് ഇന്റർനെറ്റ് കോളിൽ സംസാരിച്ചതായി വ്യക്തമാക്കി. ആ സംസാരിച്ചതിൻ്റെ എല്ലാ ഉള്ളടക്കങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടി. കൂടുതൽ പരിശോധനയിലാണ് ഓരോ അപേക്ഷയ്ക്കും 80 രൂപ വെച്ച് ലഭിച്ചിരുന്നു എന്ന വിവരം പുറത്തു വന്നത്. അങ്ങനെ മുസ്ലിം നാമധാരികൾ കൂടെ കൂട്ടിയാൽ BJP ബന്ധം സംശയിക്കില്ല എന്നുള്ളൊരു കൂർമ്മ ബുദ്ധിയും ഈ വോട്ട് മോഷ്ടാക്കൾക്കുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഏതായാലും വലിയ തട്ടിപ്പ് തന്നെയാണ്. ഈ രാജ്യത്തിൻ്റെ ഏത് മൂലയിൽ വോട്ട് മോഷ്ടിച്ചാലും അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പൊക്കും എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നരേന്ദ്രമോദിക്കും സംഘത്തിനും നല്ലത്.